Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ തണുപ്പ് കാലാവസ്ഥയിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള തക്കാളിയും അതുപോലെ ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ്, എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3 തക്കാളിയും അതുപോലെ ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു 8 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി എപ്പോഴും നല്ല പഴുത്ത നല്ല കളറുള്ള തക്കാളി നോക്കി എടുക്കുക. അതുപോലെ തന്നെ ഒരു ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ടൈം എടുക്കും, കാരണം ഇതൊന്ന് കുക്കായിട്ട് അതായത് വെന്ത് വരാനും വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ എടുക്കും. അതല്ല നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞതിൻ്റെ ശേഷം ഞാനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരിയണം എന്നൊന്നുമില്ല, ഇതുപോലെ നമുക്ക് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏത് വിധത്തിൽ വേണേലും അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ക്യാരറ്റിന് 3 തക്കാളി ആ ഒരു കണക്കിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളിയുടെ എണ്ണം കൂട്ടുക. അതുപോലെ തന്നെ 1 ക്യാരറ്റൊക്കെ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണിത്. പിന്നെ ഈ ഒരു തണുപ്പിൽ, അതായത് ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയല്ലേ, അപ്പോൾ കുടിക്കാൻ പറ്റിയ സൂപ്പാണ്. ഇനി ഞാൻ വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇഞ്ചി അങ്ങ് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാനൊരു സിലിക്കൻ്റെ ട്രേയിലാണ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 10-15 മണി കുരുമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഏലക്ക അത് ഒരെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ സിലിക്കൻ ട്രേ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ 1 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ മോഡിലാണ് വെച്ച് കൊടുക്കുന്നത്. അതൊരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് 180 ഡിഗ്രിയിൽ. 5 മിനിറ്റ് ഞാനൊരു 3 മിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കട്ട് ചെയ്തിട്ടിട്ടുമുണ്ട്. കണ്ട, ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. അത്യാവശ്യമൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ നീങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ഈ വെജിറ്റബിൾസ് വെന്ത് വന്നാൽ മതി. അതായത് ആ പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടണം, അത്രേ വേവേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ എയർ ഫ്രയറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒക്കെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുക്കർ എടുക്കാനും അത് കഴുകാനും ഒക്കെ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയും. ഇനി അതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും എയർ ഫ്രയറിൽ ഞാൻ 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഈ വെള്ളത്തോടെ കൂടെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് തന്നെ ഇതൊന്നങ്ങ് അടിച്ചെടുക്കുക. ഇത് വെന്തതായതുകൊണ്ടും ചെറിയൊരു ചൂടുള്ളത് കൊണ്ടും നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങ് അടിഞ്ഞ് കിട്ടും. പിന്നെ ഒരുപാട് അങ്ങ് പേസ്റ്റായി പോകണ്ട, ചെറുതായിട്ട് തരിയും പൊടിയൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്ക് സൂപ്പിൽ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാനിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ അളവിൽ ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും നമ്മളതുപോലെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ബട്ടർ ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് ചൂടായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. കാരണം നമ്മൾ ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മളിത് ചൂടാറിയിട്ടാണ് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ബട്ടർ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയ്ക്കേ ആവശ്യമുള്ളൂ. അപ്പോൾ കണ്ട, അത്യാവശ്യമൊക്കെ നന്നായിട്ട് ബട്ടറൊക്കെ മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് അത്രയ്ക്കുമല്ല, ചെറുതായിട്ട് രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു സൂപ്പ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി മല്ലിയിലയും പിന്നെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ക്രോട്ടൺസ് ഉണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യുക.
അപ്പോൾ അതില്ലാത്ത കാരണം ഒരു തട്ടിക്കൂട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി സൂപ്പാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.